SSF പട്ടാമ്പി ഡിവിഷൻ സാഹിത്യോത്സവ് ജൂലൈ 13-14 തീയതികളിൽ ഞാങ്ങാട്രിയിൽ വെച്ച് നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. SSF പട്ടാമ്പി ഡിവിഷൻ 31ാമത് എഡിഷൻ സാഹിത്യോത്സവ് സാഹിത്യ സമൂഹം സാകല്യ പ്രതിരോധം എന്ന പ്രമേയത്തിൽ 2024 ജൂലൈ 13-14 തീയതികളിലായി ഞാങ്ങാട്രി മർഹൂം ഉമർ അൽ ഹസനി നഗറിൽ 8 വേദികളിലായി നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബാല്യകൗമാര യൗവനങ്ങളുടെ സർഗപ്പോര് ഫാമിലികളിൽ തുടങ്ങി പിന്നീട് ബ്ലോക്കുകളിലും തുടർന്ന് 68 യൂണിറ്റ് കേന്ദ്രങ്ങളിലും 8 സെക്ടർ കേന്ദ്രങ്ങളിലും പൂർത്തീകരിച്ച ശേഷമാണ് വിദ്യാർത്ഥികൾ ഡിവിഷൻ സാഹിത്യോത്സവത്തിൽ മാറ്റുരയ്ക്കാനെത്തുന്നത്. പട്ടാമ്പി ഷൊർണൂർ നഗരസഭകൾ, പരുതൂർ, മുതുതല, ഓങ്ങല്ലൂർ, വല്ലപ്പുഴ, തൃത്താല പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലെ 1000-ഓളം മത്സരാർത്ഥികളാണ് 140-ലധികം മത്സരങ്ങളിൽ മാറ്റുരയ്ക്കുന്നത്. ശനിയാഴ്ച വൈകുന്നേരം നടക്കുന്ന പരിപാടിയിൽ കേരള പാർലമെന്റ് കാര്യമന്ത്രി MB രാജേഷ് സാഹിത്യോത്സവ് ഉദ്ഘാടനം ചെയ്യും. സീനിയർ ജേർണലിസ്റ്റ് രാജീവ് ശങ്കരൻ മുഖ്യപ്രഭാഷണം നടത്തും. മനുഷ്യന്റെ സാമൂഹിക ജീവിതത്തിന് സുന്ദര മുഖം കൈവന്നതിൽ കലകൾക്ക് ചെറുതല്ലാത്ത പങ്കുണ്ടെന്ന് മനസ്സിലാക്കിയവരാണ് നാം. കല എന്നത് കരവിരുത് മാത്രമല്ല, കലാകാരന്മാരുടെ അനുഭവങ്ങളുടെ പ്രകടനമാണ് എന്ന് ലിയോ ടോൾസ്റ്റോയ് പറഞ്ഞുള്ളതാണ്. സർവതല സ്പർശിയായ കല അതിൻ്റെ സുന്ദരമായ രൂപത്തിൽ ആവിഷ്കരിക്കുമ്പോൾ അതിന് സാഹിത്യം എന്ന നിറം കൈവരുന്നു. വാളിനേക്കാളും മറ്റു വലിയ ആയുധങ്ങളെക്കാളും മൂർച്ചയും ശക്തിയും സ്വാധീനവും സാഹിത്യത്തിനുണ്ടെന്നുള്ള കാലം തെളിയിച്ചതുമാണ്. ഈ ദിശാബോധം സമൂഹത്തിന് നൽകുകയാണ് കഴിഞ്ഞ 30 വർഷങ്ങളിലായി SSF സാഹിത്യോത്സവങ്ങൾ. 31ാമത് എഡിഷൻ ഡിവിഷൻ സാഹിത്യോത്സവ് സാഹിത്യ സമൂഹം സാകല്യ പ്രതിരോധം എന്ന പ്രമേയത്തിൽ 2024 ജൂലൈ 13-14 ശനി ഞായർ തീയതികളിലായി ഞാങ്ങാട്രിയിൽ ഉമർ അൽ ഹസനി നഗറിൽ 8 വേദികളിലായി നടക്കും. ബാല്യകൗമാര യൗവനങ്ങളുടെ സർഗപ്പോര് ഫാമിലികളിൽ തുടങ്ങി പിന്നീട് യൂണിറ്റ് കേന്ദ്രങ്ങളിൽ കൂടി 8 സെക്ടർ കേന്ദ്രങ്ങളിലും പൂർത്തീകരിച്ച ശേഷമാണ് വിദ്യാർത്ഥികൾ ഡിവിഷൻ സാഹിത്യോത്സവം മാറ്റുരയ്ക്കുന്നത്. സാഹിത്യ സമൂഹം സാകല്യ പ്രതിരോധം എന്ന പ്രമേയത്തിൽ സാഹിത്യ ചർച്ചയും നടക്കും. അജ്മൽ ഹാദി, അൻസറുദ്ദീൻ കുത്തുബി, നിസാർ പന്നിയംകുന്ന്, മുസ്തഫ മൊയ്നി എന്നിവർ നേതൃത്വം നൽകും. കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ സെക്രട്ടറി സെയ്ദുപ്പ ഹാജി, സോൺ പ്രസിഡന്റ് ഉമർ ലത്തീഫി, സൈനുദ്ദീൻ മാസ്റ്റർ, സിദ്ദീഖ് മാസ്റ്റർ, SSF ജില്ലാ ജനറൽ സെക്രട്ടറി ജാഫർ മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുക്കും. സമാപന സംഗമം കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് NK സിറാജുദ്ദീൻ ഫൈസി ഉദ്ഘാടനം ചെയ്യും. SSF ജില്ലാ സെക്രട്ടറി മുഹമ്മദ് റാഫി പൈലിപ്പുറം സന്ദേശ പ്രഭാഷണം നടത്തും. SYS സംസ്ഥാന സെക്രട്ടറി ഉമർ ഓങ്ങല്ലൂർ അനുമോദിക്കും. SYS സോൺ ജനറൽ സെക്രട്ടറി ഉസ്മാൻ സഖാഫി, SJM സോൺ നേതാക്കളായ അബ്ദുൾ റസാഖ് മിസ്ബാഹി, അബ്ദുൽ ഖാദിർ അമാനി, SSF പാലക്കാട് ജില്ലാ പ്രസിഡന്റ് അബ്ബാസ് സഖാഫി, ജില്ലാ സെക്രട്ടറി ഹബീബ് സഖാഫി, ജില്ലാ സാഹിത്യോത്സവ് കൺവീനർ സ്വാലിഹ് മോളൂർ തുടങ്ങിയവർ പങ്കെടുക്കുമെന്നും സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നമ്മൾ ജീവിച്ചു വന്ന സമൂഹത്തിൽ സാഹിത്യം സമൂഹത്തിന് ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അതിലേറ്റവും കൂടുതൽ പ്രതിരോധത്തിന് വേണ്ടി സാഹിത്യം ഒരുപാട് സമർപ്പണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് SSF പട്ടാമ്പി ഡിവിഷൻ്റെ 31ാമത് സാഹിത്യോത്സവിൽ സാഹിത്യ സമൂഹം സാകല്യ പ്രതിരോധം എന്ന പ്രസക്തമായ പ്രമേയത്തിൽ നമ്മൾ സാഹിത്യോത്സവം സംഘടിപ്പിക്കുകയും പുതിയ കാല കൗമാര യൗവനങ്ങൾക്ക് സാഹിത്യത്തിൻ്റെ സംഭാവനകളും അതുപോലെ തന്നെ സാഹിത്യം പ്രതിരോധം തീർത്തത് എത്തരത്തിലാണെന്നുള്ള ഉൾക്കാഴ്ചയുണ്ടാക്കുന്നതിന് വേണ്ടിയുമുള്ള ഒരു ചർച്ചയും ഈ ഉദ്ഘാടന സെഷന് ശേഷം നടക്കുന്നുണ്ട്. അതിൽ പ്രമുഖ നേതാക്കളായ അജ്മൽ ഹാദി, അതുപോലെ മുസ്തഫ മൊയ്നി, അൻസറുദ്ദീൻ കുത്തുബി തുടങ്ങിയ നിസാർ പന്നിയംകുന്ന് തുടങ്ങിയ ആളുകൾ വളരെ വിശാലമായ ചർച്ചകൾക്ക് നേതൃത്വം നൽകും. അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ച സീനിയർ ജേർണലിസ്റ്റ് രാജീവ് ശങ്കരൻ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് മുഖ്യപ്രഭാഷണത്തിൽ ഉൾപ്പെടുത്തുക. അതുപോലെ ഞായറാഴ്ച നടക്കുന്ന സാംസ്കാരിക ഘോഷയാത്രയുണ്ട്. അതുപോലെ സമാപന സംഗമത്തിൽ ഈ 8 സെക്ടറുകളിലെ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ ആളുകൾക്കുള്ള സമ്മാന വിതരണവും അടക്കമുള്ള പ്രോത്സാഹന സമ്മാനങ്ങളും ട്രോഫിയും നൽകി വിദ്യാർത്ഥികളെ സാഹിത്യത്തോട് ചേർത്ത് നിർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ ഇവൻ്റ് കൂടിയാണ് എന്ന സാഹിത്യോത്സവനെ മനസ്സിലാക്കുന്നത്.
സംഘാടക സമിതി ഭാരവാഹികളായ ഡിവിഷൻ പ്രസിഡന്റ് മുഹമ്മദ് അൻസറുദ്ദീൻ കുത്തുബി നരയൻകുന്ന്, ഡിവിഷൻ ജനറൽ സെക്രട്ടറി മുഹമ്മദ് അഷ്റഫ് പട്ടാമ്പി, ഡിവിഷൻ സാഹിത്യോത്സവ് ചെയർമാൻ ഷിഹാബുദ്ദീൻ സക്കാഫി കാരക്കാട്, ഡിവിഷൻ സാഹിത്യോത്സവ് കൺവീനർ ഫവാസ് സക്കാഫി പൊയിലൂർ, ഡിവിഷൻ സെക്രട്ടറി മുസ്തഫ മൊയ്നി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ ഇതേക്കുറിച്ച് വിശദീകരിച്ചു.